ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പം നമ്മളിതാ നമ്മുടെ മൈൻക്രാഫ്റ്റ് പിന്നെയും തിരിച്ചു വന്നേക്കാണ്. സോ ഇന്ന് നമ്മുടെ ഒരു ഹണി ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഹണി ഫാമിന് നമുക്ക് സത്യമായി നമുക്ക് ഒത്തിരി ഗ്ലാസ് ആവശ്യമാണ്. സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അതാണ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഗ്ലാസ് കുറച്ചുണ്ടാക്കി, പിന്നെ നമ്മളൊരു ഷീപ്പ് ബ്രീഡിംഗ് ഫാമും കൂടി ഉണ്ടാക്കിയായിരുന്നു. സോ നമ്മളുടെ ഗ്ലാസ് നമ്മൾ ഉണ്ടാക്കാൻ വെച്ചില്ല എന്ന് തോന്നുന്നു. എനിക്ക് നമ്മൾ ഉണ്ടാക്കേണ്ടത് വെച്ചില്ലായിരുന്നു. നോക്കട്ടെ ഒരു മിനിറ്റ് ഗൈസ്. എൻ്റെ ഇൻവെന്ററി കിടപ്പുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല സംഭവം. എൻ്റെ ഇൻവെന്ററി കിടപ്പുണ്ടായിരുന്നു ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് പണി തുടങ്ങാം. സോ നമുക്ക് മേളിലോട്ട് കെട്ടാൻ പറ്റില്ല, നമുക്കത് ഇതിനെ മണ്ടയ്ക്കൊന്നും ചെയ്യാം. അത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് സെറ്റാക്കാം ഗൈസ്. അപ്പം ഇതെങ്ങനെ ചെയ്യാൻ, അതായത് നമുക്ക് ഇവിടെ പണിയാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ കയറി വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഗൈസ്. അത് ഹണി ബ്രീഡിംഗ് ഫാം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അല്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ളൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ. എന്തായാലും നമ്മൾ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിരിക്കും ഹണി ബ്രീഡിംഗ് ഫാം. സോ നിങ്ങൾ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കുക. സോ ഗൈസ്, ഇതിനകത്ത് മിക്കവാറും നിങ്ങൾ ഒത്തിരി മിത്തുകളും അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ നിങ്ങൾ മിക്കവാറും കാണും. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അതായത് ഹണിയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി മിത്തുകളുണ്ട്. അതായത് നമ്മളെ ഷിയർ വെച്ചാണ് സംഭവം എടുക്കുന്നത്. അതിന് ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹണി ബി അവിടെ ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. സോ അപ്പം നമ്മുടെ സംഭവം എല്ലാം സെറ്റാക്കി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് പോയിട്ട് നമുക്ക് പോയിട്ട് ഇവനെ തപ്പണം, ഹണിയെ തപ്പണം. ബട്ട് അതിന് മുമ്പേ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവന്മാരുടെ കുറച്ചും കൂടി നമുക്ക് ഗ്ലാസ് വേണം. ഗ്ലാസ് നമുക്ക് തികഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ കുറച്ച് ഗ്ലാസ് പോയി മൈൻ ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. എടാ അയണും കോട്ടറാ, എന്തായാലും വന്നേ ഇല്ല, നമുക്ക് അവനെ കൊന്നിട്ട് പോവാം. ഓക്കെ, ചത്തിട്ടുണ്ട്. അത്ര ഉള്ളായിരുന്നു ലൈഫ് ഫീസ്. ഓക്കെ, സോ നമ്മളെന്തായാലും പറഞ്ഞാൽ അത് തന്നെ നമ്മുടെ ഗ്ലാസ് ആണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഗ്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസിന് ഇത് വെച്ചിട്ട് നമുക്ക് പോവാം. അതായത് അപ്പോഴത്തേക്ക് ഈ സംഭവം ആവുകയും ചെയ്യും, നമ്മൾ എത്തുമ്പോഴത്തേക്ക് സംഭവം ആവുകയും ചെയ്യും. നമുക്ക് ഹണിബീനെയും കിട്ടും. ഹണിബീനെ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ഗീസ്. അത് നമുക്ക് സെറ്റാക്കിയിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം പോയിട്ട്. സോ അതെല്ലാം സെറ്റാക്കി നമുക്ക് എടുക്കാം. സോ ദെൻ നമുക്ക് ഇന്നത്തെ മെയിൻ പരിപാടി അതാണ്. മെയിനായിട്ടല്ല, നമ്മൾക്ക് ആ പരിപാടി ഉള്ളു ഇന്ന് ആ ഒരു സംഭവം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സോ അതിനുശേഷം നമുക്ക് വേറെ എന്തെങ്കിലും വലുതായിട്ട് ചെയ്യാനൊന്നും ഇല്ല ഗൈസ് നമുക്ക് ഇപ്പം മൈൻക്രാഫ്റ്റില്. സോ ഗൈസ്, അപ്പം നമ്മളെ സംഭവം നമ്മളിവിടെ ഉരുക്കാനെടുത്ത് വെക്കാൻ പോവാണ്. സോ നമ്മളുടെ ഗ്ലാസ് ആവാൻ 64 നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു 6 ഉള്ളൂ. ഇവിടെ 67 ഉള്ളൂ. സോ അതിനുശേഷം നമുക്ക് പോയി മേളിൽ പോവാം ഗൈസ്. ഒരു മിനിറ്റ്, രാത്രിയാവുന്നു. സോ ഗൈസ്, അപ്പം നമ്മൾ രാവിലെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഹണിബീനെ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഹണിബീനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇച്ചിരി ടാസ്ക് ആണ്. കാരണം ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഹണിബീനെ. സോ നമ്മളെ ഹണിബി എങ്ങനെ കിട്ടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോ അത് ഇച്ചിരി പാടാണ്. ഹണി കോംബ് എടുക്കാന്ന് വെച്ചാൽ തന്നെ ഇച്ചിരി പാടാണ്. അയ്യോടാ, പൊട്ടിയെന്ന് തോന്നുന്നു. യെസ്, പൊട്ടി. സോ ഗൈസ്, അപ്പം നമുക്ക് ഇവിടെ ഒരു പൂവുണ്ട്. ഇത് ഞാനൊരു ചുമ്മാ പണിഞ്ഞു വെച്ചൊരു സ്ഥലമുണ്ടോ, അത് നിങ്ങളന്ന് കണ്ടു കാണും. അതേ സാധനത്തിന്റെ വേറൊരു വെറൈറ്റിക്ക് ഞാൻ ചെയ്തതാണ്. സോ അതിനുശേഷം നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇങ്ങോട്ട് പോവാന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഹണി നെസ്റ്റ്, അതായത് നമ്മുടെ ഹണി ബീനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഹണി ബീ സ്പോട്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ മരത്തിനിടയ്ക്ക് എവിടെയെങ്കിലും കാണും, ഉറപ്പാണ്. ഇവിടെ തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പം ഒരു ബീ നെസ്റ്റ് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇവന്മാരെ വിളിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം. സോ വിളിച്ചുകൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഇവന്മാരെ. അപ്പം നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവന്മാർ പുറകെ വന്നോളും കേട്ടോ. ഇവന്മാർ പുറകെ വന്നു. നമ്മൾ ഫീഡ് ചെയ്യുക അല്ലായിരുന്നു സത്യത്തിൽ, പക്ഷെ ഇപ്പം ഫീഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ഗൈസ്. അതാണ് നമ്മളിപ്പം ഫീഡ് ചെയ്യുന്നത് ഇവന്മാരെ. ഇവന്മാര് വരുന്നില്ലല്ലോ ഗൈസ്, ഇവന്മാര് വരുന്നില്ല. വന്നേ കൊച്ചിറങ്ങാൻ വരുന്നുണ്ട്. സോ ഗൈസ്, അപ്പം നമ്മള് അവനെ കൊണ്ട് അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ നമുക്കിനി ഷിയർ വെച്ച് നമുക്ക് ഒരു ഹണി കോംബ് എടുക്കണം. പിന്നെ ഹണിയുടെ ഒരു നെസ്റ്റും കൂടി അവിടെ ഉണ്ട് കേട്ടോ. ഒരു 3 നെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് 2 നെസ്റ്റിന് ഇരിപ്പുണ്ട്. സോ ബാക്കിയുള്ള നെസ്റ്റിനകത്ത് ബീസിനെ എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു നെസ്റ്റ്, അതിന് അപ്പുറത്തൊരു നെസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടുണ്ട്.
സോ ഹണികോംബ് കിട്ടി. എടാ അതൊരു പണിയായി പോയി. എടാ ഇതാണ് പ്രശ്നം കേട്ടോ. അവൻ ഉണ്ടെന്ന് ഞാൻ കണ്ടില്ല, സൈഡിൽ നിൽക്കുന്നത് അതിനകത്താണെന്ന് ഞാൻ കണ്ടില്ല. ഓക്കെ നമുക്ക് ഫുഡ്, എടാ ഫുഡ് കഴിക്കടാ. ഓക്കെ 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 കഴിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ സെറ്റായി. സോ ഗൈസ്, അപ്പം നമുക്ക് നമ്മളുടെ അവിടെ കൊണ്ടുവന്ന് ഈ ഹണി ബീനെയും എല്ലാം സെറ്റാക്കി വെക്കണം. സോ ഗൈസ്, എൻ്റെ ഇടയ്ക്കുന്ന റിസ്യൂമായി പോയി, അതായത് വേൾഡിൽ നിന്ന് എക്സിറ്റ് ആയിപ്പോയായിരുന്നു. ബട്ട് നമ്മൾ സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിനകത്ത് മറ്റേ ബ്രിച്ച് ട്രീയുടെ അങ്ങനെ എന്തോ മറ്റേ വെള്ള ട്രീയുടെയാണ് നമ്മൾ ഈ ഇതിട്ടേക്കുന്നത്, ഡോർ ഇട്ടേക്കുന്നത്. അത് ചുമ്മാ ഇട്ടേക്കുന്നതല്ല ഗൈസ്. അതായത് ഇപ്പം നമ്മുടെ ഓക്ക് ഡോറിനെ ഏറ്റവും നല്ല ഡോർ ഇതാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, ഇപ്പം നിങ്ങൾക്ക് ഹണി ബീസിനെയൊക്കെ വെക്കുവാണെങ്കിൽ ഇതാണ് നല്ലത്. അതായത് ഇപ്പം അങ്ങനെയുള്ള ജീവികളായിട്ട് അവരെയൊക്കെ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് നല്ലത്. അതിനാണ് ഏറ്റവും അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നല്ലതെന്നാണ് ഞാൻ കേട്ടുള്ളത്. സോ നമ്മൾ ഉറങ്ങി ഒന്ന് എണീറ്റ് നമ്മൾ സെറ്റ് ആവാം. സോ യെസ്, ഓക്കെ. സോ നമ്മൾ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. സോ ഇനി നമുക്ക് ബാക്കി വലിയ പണിയൊന്നും ഇല്ല. ബട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ആ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച് ചെയ്യാനുണ്ട് ഇനി. സോ നമ്മൾ ഇത്രയും സെറ്റ് ആക്കിയതാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പം നമ്മളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. സോ ദെൻ നിങ്ങൾ ഗൈസ് ഒരു മിനിറ്റ്, നമുക്കൊരു പണിയുണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ഷിയർ ഇതും കൂടി എടുക്കാറുണ്ട്. നമ്മളുടെ വീഡിയോ വൈൻഡ് അപ്പ് ആയിട്ടില്ല. സോ കാരണം നമുക്ക് മറ്റേ ആ ഷിയർ എടുക്കണം കേട്ടോ. കാരണം എനിക്ക് ഒന്ന് ഒരുത്തനുണ്ടല്ലോ, ഒരുത്തൻ അവിടെ കിടന്ന് ഡോറിന്റെ ഫ്രണ്ടിൽ കിടക്കണം. അതായത് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വരാനാണ്. അതായത് ഇവിടുത്തെ സംഭവമാണ് അവൻ്റെത്. അപ്പം മിക്കവാറും ആ ഒരു നെസ്റ്റ് ഇല്ലെങ്കിൽ ശരിയാകത്തില്ല കേട്ടോ. ഒരു നെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെസ്റ്റ് വേറെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ബട്ട് ഇവിടെ ഉള്ളവനായതുകൊണ്ട് നമുക്കത് പാടാണ്. സോ നമുക്ക് ഒരാളെ അതിനകത്ത് ഇപ്പോൾ അയ്യോ അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ. അയ്യോ എടാ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഞാനെ ശ്രദ്ധിച്ചതും ഇല്ലേ. അയ്യോ തീർന്ന് വെള്ളത്തിൽ മുങ്ങണം, പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങണം. നമുക്ക് വേണ്ട ഇതിൽ കൂടി പോണം. കഴിക്കാൻ പോലും സമയമില്ല. തീർന്ന് അയ്യാ യോ താവരുന്ന് ചത്ത് അയ്യാ ചാടി അയ്യോ മുങ്ങ് എവിടെങ്കിലും മുങ്ങടാ നീ. എന്റെ പൊന്നെ, എടാ മേല് ഹസ്ക് ഇരിക്കുന്നു. അയ്യോ തീർന്ന്. ഹസ്ക് അല്ല ഡ്രോട്ട് അങ്ങനെ നല്ല പേര്. ഡ്രോൺ. എടാ നമുക്ക് വെള്ളത്തിനടി ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതൊക്കെ വിടും. സോ ഗൈസ്, അപ്പം നമ്മൾ നേരെ മേളിൽ കയറി പോവാണ്. പൊന്നെ ഇപ്പൊ തീർന്നേനെ. ഓക്കെ, അപ്പം നേരെ നമ്മൾ പോയിട്ട് നമുക്കപ്പം നമ്മളുടെ വീട് കഴിഞ്ഞപ്പോൾ ഇപ്പൊ സമയമായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് സമയമായിട്ടുണ്ട്. സോ അതിനെ നമ്മൾ വിട്ടിട്ടുണ്ട്. സോ ഈ ഒരു വീട് നമുക്ക് പണി വെച്ചേ. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഇവിടെ കാണാൻ താമസിക്കണമെങ്കിൽ നമുക്ക് ഈ സ്ഥലമേ ഉള്ളൂ. സോ ഗൈസ്, അപ്പം ഇവനെ നമ്മളങ്ങ് തുറന്നു വിടുവാണ്. സോ ഇവനെ നമുക്കങ്ങ് തുറന്നിടാം. കണ്ടോ, ഇവിടെ അങ്ങനെ ഇരിക്കുവാണ്. അതുകൊണ്ട് നമുക്ക് ഇവനെ അങ്ങ് തുറന്നു വിടണം. സോ പിന്നെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്യാം. അപ്പൊ ഇത് നല്ലതാണ്. പിന്നെ ബ്രിഡ്ജിന്റെ വുഡ് വെച്ചേക്കാം. സോ ഈ സമയം നമ്മളുടെ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ പെട്ടെന്ന് വരുന്നേക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. ഓക്കെ ഗായ്സ്, ബൈ.